ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കടലക്കറിയാണ്. ഇത് അമ്മയുണ്ടാക്കുന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമ്മൾ കുക്കറിലേക്ക് ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ജസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിടുക. പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, അതും ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി കുറച്ച് ആഡ് ചെയ്യുക. പിന്നെ ഇഞ്ചി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വെച്ചതിന് ശേഷം 20 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കടല നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇനിയുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ വറുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നാണ് ഈ കാണിക്കുന്നത്. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച എല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്, അതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണം മാറണം. അത് മാറിയതിന് ശേഷം നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കൂടെ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, പിന്നെ മുളക് പൊടി നമ്മൾ നേരത്തെ കടലയുടെ കൂടെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ആഡ് ചെയ്യണം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ആറാൻ വയ്ക്കാം. അതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അതിൽ വെള്ളം അധികം ആവരുത്, വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അരച്ചു കൊണ്ടിരുമ്പോൾ ഇങ്ങനൊരു കൺസിസ്റ്റൻസിയാണ് കിട്ടേണ്ടത്. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച കടല പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച തേങ്ങയുടെ ആ ഒരു മിക്സ്ചറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ ബോയിലിപ്പിക്കണം. ഒന്ന് ഗ്രേവി കട്ടിയായിട്ട് വരണം. അപ്പോൾ ഇതേപോലൊരു ബോയിലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കടുക് വറുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് കടുക് ഇടുക. എന്നിട്ട് അത് പൊട്ടിയതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി ഇട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് സോട്ടായി ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇടുക. പിന്നെ ഈ ഒരു ഭാഗം അമ്മ കട്ട് ചെയ്യാൻ പറഞ്ഞതാണ്, പക്ഷേ ഞാൻ ആഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അറിയാത്തവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇനി കറി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എരിവ് കുറവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ഒന്നും കൂടെ ഒരു മിനിറ്റ് ഇതേപോലെ സോട്ട് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ചു വയ്ക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.